ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് യു-പിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്നാണ് നോക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കിവിടെ 4mm ഗിയർ വയറാണ് ആവശ്യം. ഞാനിവിടെ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനെ നമുക്കിതുപോലെ നേർ പകുതിയാക്കി മടക്കി കൊടുത്തിട്ട് അതൊന്ന് ചെറിയൊരു ഗ്യാപ്പ് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് പിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഭംഗിയിൽ പിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പീസ് മുകളിലേക്ക് മടക്കി കൊടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിരിച്ചിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ മുകളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് വരുന്ന വിധത്തിൽ വീണ്ടും പിരിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ വീണ്ടും അതിൻ്റെ താഴെ നിന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 5 എണ്ണമാണ് വേണ്ടത്. നടുവിലായിട്ട് ഒരെണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡായിട്ട് 2 എണ്ണവും, അങ്ങനെ ടോട്ടൽ 5 എണ്ണമാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ 5 എണ്ണവും പിരിച്ചെടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ നിന്നും ഇതുപോലെ പേളുകൾ അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഞാനിവിടെ 4 പേളുകളാണ് എടുത്തത്. ഒരു സൈഡ് 2 എണ്ണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 എണ്ണം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ 2 സൈഡുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ 4 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 എണ്ണം ജോയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ യു-പിന്നിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഫൈനലായിട്ടാണ് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും. ഇനി ഇതിൻ്റെ അകത്തൂടെയാണ് യു-പിന്ന് ഇടേണ്ടത്. അകത്തൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന കമ്പി അകത്തു നിന്നും പുറത്തേക്ക് ചുറ്റി കൊടുത്തിട്ട് നല്ല പോലെ നമ്മുടെ യു-പിന്നിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഫൈനലി ഞാനിവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഇതുപോലെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ 5 എണ്ണത്തിനും ഇതേപോലെ തന്നെയാണ് സ്റ്റോൺസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബ്രൈഡിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ 3 എണ്ണം 4 എണ്ണമൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയറിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.